കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 102 സീറ്റുകൾ നേടുമെന്നും മുസ്ലിം ലീഗ് 22 സീറ്റ് നേടുമെന്നും താൻ ഏപ്രിൽ മാസത്തിൽ തന്നെ പ്രവചിച്ചിരുന്നുവെന്ന് പറയുകയാണ് ചന്ദ്രിക ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്റർ കമാൽ വരദൂർ. അതിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രിക ദിനപത്രത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും കമാൽ വരദൂർ സ്വന്തം പേജിലും തന്റെ പ്രവചനം കൃത്യമായെന്ന തരത്തിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇത്രയും കൃത്യമായ പ്രവചനം നടത്തിയ കമാലിക്കയെ ചിലർ അഭിനന്ദിച്ച ആളുകൾക്ക് അദ്ദേഹം നന്ദിയും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത നോക്കിയാൽ കമാലിക്കയുടെ ഈ അവകാശവാദം തികച്ചും തെറ്റാണ്. ഏപ്രിൽ 9 കമാൽ വരദൂർ ഇട്ട ഒരു പോസ്റ്റ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം എഡിറ്റ് ചെയ്ത് ഈ പ്രവചനം കൂടെ ചേർത്ത് വെക്കുകയായിരുന്നു. ഇത് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കമാൽ വരദൂറിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിന്റെ എഡിറ്റ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ തട്ടിപ്പ് വ്യക്തമാവുകയും ചെയ്തു. ഏപ്രിൽ 9 ഒറിജിനൽ പോസ്റ്റിൽ VD സതീശന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കരുത്തനായ കാര്യബോധമുള്ള എന്റെ മുഖ്യമന്ത്രി VD എന്ന് മാത്രമാണ് അദ്ദേഹം ആദ്യം എഴുതിയത്. ആ പോസ്റ്റിൽ എവിടെയും സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് UDFന് 102 സീറ്റുകൾ ലഭിക്കുമെന്ന് ഉറപ്പായതോടെ മെയ് 5 രാവിലെ 9:17 അദ്ദേഹം പഴയ പോസ്റ്റ് എഡിറ്റ് ചെയ്തു. 102 സീറ്റാണ് എന്റെ പ്രവചനം എന്ന വരികൾ അദ്ദേഹം പുതുതായി കൂട്ടിച്ചേർക്കുകയായിരുന്നു. ആ പോസ്റ്റാണ് ചില വിഡ്ഢികൾ എടുത്തിട്ട് ആഘോഷമാക്കുന്നത്. അതായത് ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനായ കമാൽ വരദൂർ തന്റെ ഏപ്രിൽ മാസത്തിലെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഒരു പത്രത്തിലെ ചീഫ് എഡിറ്ററായ കമാൽ വരദൂറിന് അറിയാത്ത കാര്യമാണോ ഫേസ്ബുക്കിൽ ആർക്കും എഡിറ്റ് ഹിസ്റ്ററി കാണാം എന്നത്? ഇനി അദ്ദേഹത്തിന് അത് അറിയില്ല എന്ന് തന്നെ വെക്കാം. അതൊക്കെ എടുത്തിട്ട് വാർത്തയാക്കുന്ന ചന്ദ്രിക പത്രത്തിന്റെ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കുക. കമാലിക്ക നേരത്തെയും പ്രവചനങ്ങൾ നടത്തി എയറിൽ പോയിട്ടുള്ള ഒരാളാണ്. ക്ലബ് വേൾഡ് കപ്പിലെ പ്രവചനം അദ്ദേഹം മറക്കാൻ സാധ്യതയില്ല. അതേപോലെ 2022 ഖത്തർ ലോകകപ്പിൽ ജംഷീദ് എന്ന വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതുപോലെ എടുത്ത് ചില്ലറ മാറ്റങ്ങൾ വരുത്തി തന്റെ പേരിൽ ചന്ദ്രികയിൽ കൊടുത്ത ആളുമാണ് ഇദ്ദേഹം. മാത്രമല്ല ലോകോത്തര ഫുട്ബോൾ താരം ലയണൽ മെസ്സി തന്നോട് ഇംഗ്ലീഷിൽ സംസാരിച്ചെന്ന് പറഞ്ഞ് ഇദ്ദേഹം കുടുങ്ങിയിട്ടുണ്ട്. വെർ ഈസ് ദാറ്റ് ഇന്ത്യൻ ജേർണലിസ്റ്റ് എന്ന് ലോകകപ്പിനിടെ മെസ്സി ചോദിച്ചെന്നും പറഞ്ഞ് ചന്ദ്രികയിൽ ഇദ്ദേഹം തള്ളിയിട്ടുണ്ട്. മെസ്സിക്ക് ലവലേശം ഇംഗ്ലീഷ് അറിയില്ലെന്ന കാര്യവും ഈ ചീഫ് എഡിറ്റർക്ക് അറിയില്ലായിരുന്നു. ഇദ്ദേഹം KUWJയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു. സംഗതി വലിയ സ്പോർട്സ് റിപ്പോർട്ടറൊക്കെയാണ്. പക്ഷേ ഒരു സൈഡിലേക്ക് ഇദ്ദേഹത്തിനൊരു വലിവുണ്ട്. ലോകോത്തര താരം സിനദിൻ സിദാൻ എന്ന പേര് ഇദ്ദേഹം എഴുതി വരുമ്പോൾ സൈനുദ്ദീൻ സൈദാൻ എന്നൊക്കെയാവും. അതേപോലെ തന്നെ സ്വീഡിഷ് താരം സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ചിനെ ഇദ്ദേഹം എഴുതുന്നത് സുൽത്താൻ ഇബ്രാഹിമോവിച്ച് എന്നാണ്. ചന്ദ്രിക ആയതുകൊണ്ടാകാം ഈ ചെറിയ പേരുമാറ്റങ്ങൾ ഇദ്ദേഹം വരുത്തുന്നത്. അതേപോലെ കമാലിക്കയുടെ മുന്നിൽ ഇതിഹാസ താരം ലയണൽ മെസ്സി ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു കാരിക്കേച്ചർ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. ലോകത്തിലെ മഹാനായ ആ ഫുട്ബോൾ പ്രതിഭ കമാലിക്കയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ചിത്രം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നേരത്തെ കമാൽ വരദൂർക്ക് പറഞ്ഞതാണ് സർഫറാസിന് ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിലെത്താൻ 27 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നെന്നും അതിന്റെ കാരണം അവന്റെ പേരാണെന്നും. ചന്ദ്രിക ചീഫ് എഡിറ്ററും കേരള പത്രപ്രവർത്തക യൂണിയന്റെ മുൻ സംസ്ഥാന ഭാരവാഹിയുമായ കമാൽ വരദൂർ ഈ പറയുന്നത് വർഗീയത അല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. മുഹമ്മദ് അസറുദ്ദീനും മുഹമ്മദ് ഷമിയും മുഹമ്മദ് സിറാജും ഒക്കെ 21-ാം വയസ്സിലും 23-ാം വയസ്സിലും ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. ആ കാര്യം കമാലിക്ക ചിലപ്പോൾ മറന്നുപോയതാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതാകാം. ഒരുപാട് നല്ല കളിയെഴുത്തുകാർ പിള്ളേർ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നാലും പണ്ട് അതിഭാവുകത്വം ചാലിച്ചെഴുതി ആരാധകരെ സൃഷ്ടിച്ച കമാലിക്കക്ക് ഇനിയും സ്പോർട്സ് എഴുത്തുകളും എഡിറ്റുകളുമായി പിടിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.